കണ്ടല്ലേ 20,000 ഐഫോൺ ഇങ്ങ് ഈ എന്റെ കയ്യിലിരിക്കുന്നത് 14 ആണ്. ഈ 14 20,000 രൂപയ്ക്ക് അങ്ങ് എന്ന് വേറെ ഒന്നും പറയണ്ടല്ലോ. 120 സ്റ്റോറേജ് ഉണ്ട്. പിന്നെ അതിന്റെ ബാറ്ററി ഹെൽത്ത് ആണെങ്കിൽ 89. കുറവാണെങ്കിൽ നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തോ, കൂടുതലാണെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്ത് താറ്റിക്കരുത്. നമ്മളെ കോച്ചിങ് ഇഷ്ടപ്പെട്ടെങ്കിൽ പെട്ടെന്ന് ഒരു വാഹനത്തിന്റെ മുന്നിൽ കയറണമെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യുന്നത്? നമുക്കെല്ലാം അറിയാനുള്ള കാര്യം തന്നെയാണ്. അല്ലെങ്കിൽ രാത്രി സംഭവിക്കുകയാണെങ്കിൽ നമ്മൾ പാസ് ലൈറ്റ് അടിക്കും. അപ്പോൾ പാസ് ലൈറ്റ് ഒക്കെ അടിക്കുമ്പോഴത്തേക്കും ഈ ഫ്രണ്ടിൽ ഇങ്ങനെ ഡ്രൈവറിന്റെ സൈഡിൽ മിററിൽ ഈ ലൈറ്റ് ഒന്ന് മിന്നുമ്പോഴത്തേക്കും ഈ ഡ്രൈവറിന് മനസ്സിലാവും എന്താണ് ഈ ബസിന്റെ ഫ്രണ്ട് അല്ലെങ്കിൽ ഏതെങ്കിലും വലിയൊരു വാഹനത്തിന് ഫ്രണ്ട് ചെയ്യുന്ന ഡ്രൈവറിന് മനസ്സിലാവും. പിറകെ വരുന്ന ഒരാൾക്ക് പെട്ടെന്ന് പോകാൻ ഒരു വഴി ചോദിക്കുകയാണ്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ അങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഏതെങ്കിലും നല്ലൊരു സ്മാർട്ട് ഫോൺ അല്ലെങ്കിൽ ഐഫോൺ വരുമ്പോൾ. നിങ്ങളുടെ മുന്നിൽ ഏറ്റവും കുറഞ്ഞ വിലയിൽ തന്നെ വീഡിയോ ചെയ്യണമെന്ന് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുമ്പോഴാണ് രണ്ട് ഐഫോൺ വന്ന് ചാടിയത്. ഒന്ന് 14 ആണ്, ഏറ്റവും കുറഞ്ഞ വിലയിലാണ് ഞാൻ തരാൻ പോകുന്നതൊക്കെ പറയും. പക്ഷെ ഇതിന്റെ വിലയ്ക്ക് ഞാൻ ഏറ്റവും കുറഞ്ഞ വിലയിലാണ് തരുന്നത്. യൂസ്ഡ് ഫോൺ അല്ലേ, അപ്പം ക്ലീൻ പീസ് അല്ലേ, അപ്പൊ അതിൻ്റെതായ ഒരു വില ഇതിലുണ്ട്. എന്നാൽ വില കുറവാണ് ഞാൻ പറയും. നിങ്ങൾക്ക് ചിലപ്പോൾ വില കൂടുതലായിട്ട് തോന്നിയാൽ ഇതിന്റെ കുറ്റമല്ല. അപ്പൊ നമുക്ക് കാര്യത്തിലേക്ക് പോകാം. നമുക്ക് ഇപ്പം ഒരു സംഭവം പറഞ്ഞു തരാമേ. നമ്മളിപ്പോ ഒരു യാത്ര ചെയ്യാണ്. അപ്പൊ യാത്രയിലാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഒരു വാഹനത്തിന്റെ മുന്നിൽ കയറണമെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യുന്നത്? നമുക്കെല്ലാം അറിയാനുള്ള കാര്യം തന്നെയാണ് അല്ലെ. നമ്മൾ ഒന്നിലും കീ അടിക്കും. ഈ വേണ്ടി ഒരു വലിയൊരു വാഹനം പോവുകയാണെങ്കിൽ നമ്മൾ ചെറിയ വാഹനത്തിൽ വരുന്നതായാലും മറ്റൊരു വലിയ വാഹനത്തിൽ നമ്മൾ ഈ വണ്ടിയുടെ ബാക്കിൽ നമ്മൾ കീ അടിക്കും. അല്ലെങ്കിൽ രാത്രി സംഭവിക്കുകയാണെങ്കിൽ നമ്മൾ പാസ് ലൈറ്റ് അടിക്കും. അപ്പോൾ പാസ് ലൈറ്റ് ഒക്കെ അടിക്കുമ്പോഴത്തേക്കും ഈ ഫ്രണ്ടിൽ ഇങ്ങനെ ഡ്രൈവറിന്റെ സൈഡിൽ മിററിൽ ഈ ലൈറ്റ് ഒന്ന് മിന്നുമ്പോഴത്തേക്കും ഈ ഡ്രൈവറിന് മനസ്സിലാവും എന്താണ് ഈ ബസിന്റെ ഫ്രണ്ട് അല്ലെങ്കിൽ ഏതെങ്കിലും വലിയൊരു വാഹനത്തിന് ഫ്രണ്ട് ചെയ്യുന്ന ഡ്രൈവറിന് മനസ്സിലാവും. പിറകെ വരുന്ന ഒരാൾക്ക് പെട്ടെന്ന് പോകാൻ ഒരു വഴി ചോദിക്കുകയാണ്. അപ്പം ഇവരെന്ത് ചെയ്യും? സ്വാഭാവികമായിട്ടും എല്ലാ ഡ്രൈവർമാരും സൈഡിലോട്ട് ഒന്ന് മാറിക്കൊടുക്കും. അതാണ് പതിവ്. ചിലപ്പം ബൈക്കായിരിക്കും പോകുന്നത്. ഈ ബൈക്കിന് വേണ്ടിയിട്ട് കൂടി ഈ വലിയ വാഹനം വഴി മാറി കൊടുക്കുന്നതാണ് പതിവ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? അങ്ങ് ക്രോസ് ചെയ്തൊക്കെ പോകും അല്ലേ? അപ്പം ഒരു സ്വാഭാവികമായിട്ടും ഇയാൾ മാറിയില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഇവർ എങ്ങനെയെങ്കിലും കുറുകെ ക്രോസ് ചെയ്തൊക്കെ പോകുന്നത്. അപ്പൊ അങ്ങനെ മാറാത്ത പക്ഷം നമ്മൾ അങ്ങനെ ചെയ്യുന്നത് ശരിയല്ല അല്ലെ? അപ്പോ നമ്മൾ മാക്സിമം അവരെ പിറകെ അവരെ മാറാത്തതിന് കാരണം നമ്മൾ ഈ പുറകെ നമ്മൾ ക്രോസ് ചെയ്ത് ഫ്രണ്ടിൽ പോയി കഴിഞ്ഞാൽ വലിയൊരു അപകടം ഉണ്ടാവാൻ സാധ്യത ഉണ്ട് എന്നുള്ളതുകൊണ്ടാവാം ഇവർ മാറിത്തരാതെ പോകുന്നത്. നമ്മൾ അവരെ ഓവർടേക്ക് ചെയ്യാതെ മാക്സിമം അവരെ പുറകെ തന്നെ പോവാൻ ശ്രദ്ധിച്ചാൽ അത്രയ്ക്ക് വളരെ നല്ലൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയത്. മാക്സിമം അങ്ങനെ പോകുന്നവരെ നമ്മൾ ഓവർടേക്ക് പിടിച്ച് അവരെ ഫ്രണ്ടിൽ നിന്ന് വണ്ടിയും ക്രോസ് ചെയ്ത് നിർത്തി അവരെ ചീത്ത വിളിക്കാതിരിക്കുക, പിറകെ തന്നെ പോകാൻ നോക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ വണ്ടി ഓട്ടിക്കാൻ സൈഡിൽ എവിടെയെങ്കിലും ചേർത്ത് നിർത്തിയിട്ട് ഇവർ പോയ ശേഷം നമ്മൾ വണ്ടി എടുക്കുക. എങ്ങനെയുണ്ട് എന്റെ ഐഡിയ? അപ്പൊ രണ്ട് ഐഫോൺ ആണ് ഇന്ന് ഏറ്റവും കുറഞ്ഞ എനിക്ക് തരാനായിട്ടുള്ളത്. അപ്പോ ഇത് നോക്കുകയാണെങ്കിൽ എല്ലാവരും തമ്മിലേക്ക് കണ്ടപോലെ 20,000 ഐഫോൺ ഇങ്ങ് ഈ എന്റെ കയ്യിലിരിക്കുന്നത് 14 ആണ്. ഈ 14 20,000 രൂപയ്ക്ക് അങ്ങ് എന്ന് ചോദിച്ചളയല്ലേ. 20,000 ഒന്നുമല്ല, ഇതിന്റേതായ വില ഉണ്ട്. പക്ഷെ 20,000 ഫോൺ നല്ല കിടിലൻ ഫോൺ എന്റെ കയ്യിലുണ്ട്. എന്റെ കയ്യിൽ നിന്ന് ഇവിടെ ഇരിപ്പുണ്ട്. കയ്യിലുള്ളത് നമുക്ക് ഏതാണെന്ന് നോക്കാമേ. ഇത് 14 ആണേ. ഒരു രക്ഷയില്ല. ഒരു പാലഴകില് ഒരു 14 ആണ് എന്റെ കയ്യിരിക്കുന്നത്. സൈഡ് സ്റ്റിക്കറൊക്കെ ഒട്ടിച്ചിട്ടുണ്ട്. അത് അങ്ങനെ ഇരിപ്പുണ്ട്. വേറെ ഡിഫക്റ്റ് എന്ന് പറയാനായിട്ട് സ്പീക്കറിന്റെ അവിടെ മുകൾ ഭാഗത്തായിട്ട് ഇച്ചിരി പോലും സ്ക്രാച്ച്, പെയിന്റ് ഇച്ചിരി പോലും പെയിന്റ് പോയിട്ടുണ്ട്. വേറെ കുഴപ്പമൊന്നുമില്ല. പിന്നെ ബാക്ക് എല്ലാം സ്റ്റിക്കർ ഒട്ടിച്ചിരിക്കുന്നുണ്ട്. ആ ഒരു വൃത്തി അങ്ങനെ ഇരിപ്പുണ്ടേ. വേറെ ഒന്നും പറയണ്ടല്ലോ. 120 സ്റ്റോറേജ് ഉണ്ട്. പിന്നെ അതിന്റെ ബാറ്ററി ഹെൽത്ത് ആണെങ്കിൽ 89 ബാറ്ററി ഹെൽത്ത് ഉണ്ട്. വേറെ ഒന്നുമില്ല. വാറന്റി ഉണ്ടോ എന്ന് ചോദിച്ചാൽ അടച്ചോന്ന് അറിയാം. പിന്നെ 20,000 രൂപയ്ക്ക് എക്സസ് ചിരി. അപ്പൊ ഇത് വന്നിട്ട് 20,000 ഫോട്ടോ എടുത്തിരിക്കുന്നതിന്റെ ക്വാളിറ്റി നോക്കിയാൽ കേട്ടാ. ഇതും വന്നിട്ട് 83 ആണ് ബാറ്ററി ഹെൽത്ത് വരുന്നത്. 256 സ്റ്റോറേജ് വരുന്നുണ്ട്. 20,000 രൂപയ്ക്ക് എക്സസ്. പൊളിയല്ലേ? അപ്പൊ എനിക്കിത് ഭയങ്കര 20,000 രൂപയ്ക്ക് ഇത് കൊള്ളാമെന്ന് തോന്നി കേട്ടാ. നിങ്ങളുടെ അഭിപ്രായം എന്താന്ന് വെച്ചാൽ നിങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യും. പിന്നെ ഇത് 20,000 രൂപയ്ക്ക് ചോദിച്ചതിന്റെ 14 ആണ്. 43 രൂപ വില ഉണ്ട്. കുറവാണെങ്കിൽ നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തോ, കൂടുതലാണെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്ത് താറ്റിക്കരുത്, പറഞ്ഞാൽ മതി. ഓക്കെ. അപ്പൊ ഇത് രണ്ടുമാണ് എന്റെ ഇരിക്കുന്നത്. 43 20 ഇത് കൊള്ളാം കേട്ടോ. ഇത് നിങ്ങൾ വാങ്ങിക്കും. ഇതാണ് വാങ്ങിയത്.
ഇത് നിങ്ങൾ ചോദിച്ച് കണ്ട് അറിഞ്ഞ് വാങ്ങിച്ചാൽ മതി. ബൈ ബൈ. നെക്സ്റ്റ് നല്ല വീട്ടിൽ കാണാം. നമ്മളെ വാച്ചിങ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യും. ബൈ.